വെയിറ്റ്, ഇത്ര നല്ല സ്ക്രോൾ ചെയ്തില്ലേ? ഇനി കുറച്ച് നമുക്ക് മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചാലോ? അതെ, എന്താണ് മെന്റൽ ഹെൽത്ത്? ഒരുപാടധികം ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു കോൺസെപ്റ്റാണ് മെന്റൽ ഹെൽത്ത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മിത്താണ് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ മെന്റലി ഹെൽത്തി ആണെന്ന കാര്യം. ബട്ട് ഇത് ആക്ച്വലി തെറ്റാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ മെന്റലി ഹെൽത്തി അല്ല. അതേസമയം മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മെജോറിറ്റി ഓഫ് ദയർ ടൈം ഹാപ്പിയും പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഇവരെ അതിന് മാത്രം കേപ്പബിൾ ആക്കുന്നത്? എന്തൊക്കെയാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ? നമുക്ക് അവരുടെ ഒരു 3 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നോക്കിയാലോ? അതിൽ ഒന്നാമത്തേത്, ദേ നോ ഹൗ ടു ബി പോസിറ്റീവ് ആൻഡ് ബാലൻസ്ഡ് ഇൻ ലൈഫ് ചാലഞ്ചസ്. ലൈഫിൽ എന്തൊക്കെ ചാലഞ്ചുകൾ വന്നാലും ഇവർക്കറിയാം എങ്ങനെ ബാലൻസ്ഡ് ആൻഡ് പോസിറ്റീവ് ആയിട്ടിരിക്കണമെന്ന്. രണ്ടാമത്തേത്, ദേ നോ ഹൗ ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ്. ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. മൂന്നാമത്തേത്, ദേ നോ ഹൗ ടു ഫോക്കസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ക്ലിയർലി. ഫോക്കസ് ചെയ്ത് ഡിസിഷൻസ് നന്നായിട്ട് മേക്ക് ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെന്റലി ഹെൽത്തി ആയിട്ട് ഒരാളുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മെന്റലി ഹെൽത്തി ആയിട്ട് ഒരാളെ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യേണ്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതെല്ലാം.